അമേരിക്കയും ഇറാനും സൈനിക ബലം നോക്കുകയാണെങ്കിൽ അമേരിക്കയുടെ പകുതി പോലും സൈനിക കരുത്ത് ഇറാനില്ല. അതായത് ആധുനിക രീതിയിലുള്ള ആയുധങ്ങളോ വിമാനങ്ങളോ ഒന്നും തന്നെ ഇറാനില്ല. പക്ഷേ ഇറാനുമായി ഏറ്റുമുട്ടിയ അമേരിക്കയ്ക്ക് കനത്ത നഷ്ടം തന്നെ ഉണ്ടായിട്ടുണ്ട് എന്നാണ് US കോൺഗ്രസിനും കമ്മിറ്റികൾക്കും റിപ്പോർട്ട് നൽകുന്ന സെൻട്രൽ കമാൻഡിന്റെയും CRSന്റെയും റിപ്പോർട്ട് പുറത്തു വരുന്നത്. അതിലവർ കൃത്യമായി തന്നെ പറയുന്നു. ഇത് അമേരിക്ക തന്നെ പുറത്തുവിടുന്ന റിപ്പോർട്ട് ആയതുകൊണ്ട് തന്നെ കാര്യങ്ങൾ യാഥാർത്ഥ്യം തന്നെയാണ്. 42 യുദ്ധവിമാനങ്ങളാണ് അമേരിക്കയ്ക്ക് ഈ യുദ്ധത്തിൽ നഷ്ടപ്പെട്ടത്. ആ വിമാനങ്ങളുടെ മാത്രം മെയിൻ്റനൻസ് ചെലവ് ഏതാണ്ട് $29 ബില്യൺ അടുത്ത് വരും എന്നാണ് പറയുന്നത്. ഒപ്പം തന്നെ മിഡിൽ ഈസ്റ്റിൽ ആകമാനമുള്ള വ്യോമത്താവളങ്ങൾക്ക് പറ്റിയ ഡാമേജും എല്ലാം ഇതിൽ തന്നെ വരും. ഇതിന്റെ സംഖ്യ ഇനിയും കൂടാൻ സാധ്യതയുണ്ട്. ഒപ്പം തന്നെ ഈ വിമാനങ്ങളുടെ എണ്ണം ഇപ്പോൾ ലഭ്യമായിരിക്കുന്നതിനേക്കാൾ ഉയരാൻ സാധ്യതകൾ ഉണ്ട്. കാരണം ഇതിന്റെയൊക്കെ ഒരു കേടുപാടുകൾ എത്രത്തോളം ഭീകരമാണ് എന്നുള്ളത് കൂടി പരിശോധിക്കേണ്ടത്. ഏതായാലും ആ വിമാനങ്ങളുടെ കണക്ക് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. F-15E പെടുന്ന വിമാനങ്ങൾ 4 എണ്ണമാണ് തകർന്നു വീണത്. സ്ട്രൈക്ക് ഈഗിൾ വിഭാഗത്തിൽ പെടുന്ന 2 എണ്ണം. ഒപ്പം തന്നെ F-35A 1. ഈ F-35 നഷ്ടപ്പെട്ടത് വലിയ രീതിയിൽ തന്നെ ചർച്ചകൾക്ക് ഇപ്പോൾ അമേരിക്കയിൽ വഴിവെച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ A-10 തണ്ടർബോൾട്ട് 11 വിമാനങ്ങളാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഗ്രൗണ്ട് അറ്റാക്ക് വിമാനം 2 എണ്ണം. KC-135 7 വിമാനങ്ങൾ നഷ്ടപ്പെട്ടു. സ്ട്രൈക്ക് ടാങ്കർ ഇന്ധനം നിറയ്ക്കുന്ന വിമാനം 1, ഒരു E-3 വിമാനം, ഒപ്പം തന്നെ എയർലി വാർണിംഗ് കൺട്രോൾ സിസ്റ്റം ഉള്ള വിമാനങ്ങൾ 2 എണ്ണം, MC-130J 2 എണ്ണം. അങ്ങനെ പോകുന്നു. ഈ 42 വിമാനങ്ങളുടെ കൃത്യമായി തന്നെ കണക്കും എണ്ണവും ഒക്കെ അവർ കൊടുത്തിട്ടുണ്ട്. അതായത് ആ ഒരു യുദ്ധത്തിൽ അമേരിക്കയ്ക്ക് വലിയ നാശനഷ്ടങ്ങൾ, ഇത് അവർക്ക് തകർന്ന അവരുടെ എയർക്രാഫ്റ്റുകളുടെയും മറ്റുമൊക്കെ ഒരു വിവരമാണ്. ഇനി മിഡിൽ ഈസ്റ്റിലും മറ്റുമൊക്കെ ഉള്ള അവരുടെ വ്യോമത്താവളങ്ങൾ, ഒപ്പം തന്നെ സൈപ്രസിലടക്കം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളുള്ള ഈ താവളങ്ങൾക്ക് നേരെ ഈ ഇറാന്റെ ആക്രമണം ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ ഡ്രോൺ അറ്റാക്കുകൾ ഉണ്ടായിരുന്നു. ഇതിന്റെ എല്ലാം കൂടെ നഷ്ടം കണക്ക് കൂട്ടിയിട്ടില്ല. വിമാനങ്ങളുടെ മാത്രം കണക്കാണിത്. ഏതായാലും അമേരിക്കയ്ക്ക് ഒരു നഷ്ടം തന്നെ എന്ന് തന്നെ പറയേണ്ടി വരും. $29 ബില്യൺ എന്ന് പറയുന്ന ഒരു ചെറിയ തുകയല്ല. 42 വിമാനങ്ങൾ എന്ന് പറയുന്നതും ഇറാനെ പോലൊരു രാജ്യത്തോട് ഏറ്റുമുട്ടി നഷ്ടപ്പെടുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യവുമല്ല. ന്യൂസ് ഡെസ്ക് മലയാളം.